കൊല്ലത്തുനിന്ന് രാവിലെ അല്പം വിഷമിക്കുന്ന ഒരു വാർത്തയുണ്ടായി. കൊല്ലം നിലമേൽ പ്രഭാത സവാരിക്ക് ഇറങ്ങിയ സ്ത്രീ ലോറി ഇടിച്ചു മരിച്ചു. മുരുക്കുവൻ സ്വദേശി ഷൈലയാണ് മരിച്ചത്. റോഡ് മുറിച്ചു കിടക്കുകയായിരുന്നു അപകടം. മനോജ് ചേരുന്നുണ്ട്. മനോജ്, ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് റോഡ് മുറിച്ചു കിടക്കുമ്പോൾ കാറിടിക്കുന്നു. ആ കാറിടിച്ചു വീണ യുവതിയുടെ വീട്ടമ്മയുടെ ദേഹത്തു കൂടി ലോറി കയറി ഇറങ്ങുന്നു. അങ്ങനെയാണോ? എന്താണ് സംഭവം? ദൃശ്യങ്ങളിൽ ഒരു മൂടൽമഞ്ഞ് പോലെ ദൃശ്യങ്ങൾ അത്ര വ്യക്തമല്ല എന്ന് പലപ്പോഴും രാവിലെ തോന്നിയിരുന്നു. അതാണോ സംഭവം? എന്താണ് സംഭവം? ഇതുമായി ബന്ധപ്പെട്ട് പോലീസും ദൃക്സാക്ഷികളും ഒക്കെ പങ്കുവെക്കുന്ന വിവരങ്ങൾ എന്താണ് മനോജ്? മനോജ്, കേൾക്കാമെങ്കിൽ ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചത് ആദ്യം കാർ ഇടിച്ചു വീണ വീട്ടമ്മയുടെ ദേഹത്തുകൂടി ലോറി കയറി ഇറങ്ങുന്നതാണ്. പ്രഭാത സവാരിയാണ്. അപ്പോൾ മൂടൽമഞ്ഞ് കാരണം വാഹനം വരുന്നത് കാണാൻ പറ്റാതായതാണോ? എന്താണ് ഒപ്പം ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പോലീസൊക്കെ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും നിലവിൽ പ്രഭാത സവാരിക്ക് ഇറങ്ങിയ സ്ത്രീയാണ് ഇത്തരത്തിൽ ലോറി ഇടിച്ച് മരിച്ചിട്ടുള്ളത്. ഈ മുരുക്കുമണ്ണ് സ്വദേശി ശൈലയാണ്. രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ്. തുടർന്ന് ഈ റോഡ് നമുക്ക് ആ ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം കാർ ഇടിക്കുന്നു, അതിനുശേഷമാണ് ഈ ലോറിക്ക് അടിയിലേക്ക് പോകുന്നത്. തുടർന്ന് ലോറി ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. എന്തായാലും ഇതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളൊക്കെ പറയുന്നത്, കാരണം റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കാർ വേഗത്തിൽ വന്ന് ഇരിക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ്. അത് ഇത്തരത്തിൽ കാർ വന്നത് കാണാതെ എടുത്തു ചാടി എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ശരീരത്തിലൂടെ ലോറി കയറി ഇറങ്ങി. ഇന്ന് ഈ ഒരു ദിനത്തിൽ വളരെയധികം പ്രയാസമുള്ള ഒരു കാഴ്ച തന്നെയാണ്, കാണാൻ പ്രയാസമുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഇത്തരത്തിൽ റോഡിൽ ലോറി കയറി ഇറങ്ങിയ ഒരു ശരീരം. അത്തരം അപകടം കഴിഞ്ഞ ദിവസവും ഈ റോഡിൽ അപകടം നടന്നിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു കാറും അതോടൊപ്പം KSRTC ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് ഇതേ റോഡിൽ തന്നെ അപകടം നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നും ഈ അപകടം നടന്നിട്ടുള്ളത്. മനോജാണ് കൊല്ലത്തുനിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.